വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള യൂട്യൂബേഴ്സ് പലരും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നല്ലൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന വീഡിയോൻ്റെ ഫുൾ വരുമാനം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നുമില്ല. എന്നിരുന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. ആ കുട്ടിയെ നമ്മൾ കാരണം നിങ്ങളുടെ ഒരു ഷെയർ ആവും ചിലപ്പോൾ ഒരു 100 രൂപ കുട്ടിക്ക് കിട്ടുന്നത്. അതിൽ നിങ്ങൾ ഈ കാണുന്നവരെല്ലാവരും കഴിവിൻ്റെ പരമാവധി ആ കുട്ടിക്ക് സഹായം ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രണ്ട്സ്, നമ്മൾ കണ്ണൂരുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളം 7 ദിവസം കൊണ്ട് 18 കോടി രൂപ ഉണ്ടാക്കി കൊടുത്തു. ഇതേപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുള്ള 6 മാസം മാത്രം പ്രായമുള്ളൊരു 5 മാസം പ്രായമുള്ള 5 മാസം പ്രായം മാത്രമുള്ളൊരു ഇമ്രാൻ അറിഞ്ഞൊരു ആൺകുട്ടിക്ക് നമ്മളൊരു ആരിഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ മകനാണ് ഇമ്രാന്. അപ്പം ഇമ്രാനും ഇതേ അസുഖത്തിന് ഇതേപോലെ തന്നെ 18 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ 3.5 കോടിയോളം ജനങ്ങളുള്ള കേരളക്കരക്ക് ഒരു 18 കോടി ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇല്ല ഇന്നത്തെ, അല്ലേ? 7 ദിവസം കൊണ്ട് 18 കോടി നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അതേപോലത്തെ ഒരു കുട്ടി തന്നെയാണ് ഇതും. അപ്പോൾ ആ കുട്ടീനെ രക്ഷപ്പെടുത്തൽ നമ്മളെ കടമ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കൈകോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇത്. ഒരുപാട് ആളുകൾ, നല്ല സുമനസ്സുകളെ ആളുകൾ സഹായിച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സംഖ്യ കണ്ടെത്താൻ കഴിഞ്ഞു. അവർക്ക് ഇനിയും അതുപോലെ തന്നെ സഹായിക്കാനുള്ളൊരു കഴിവുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ 3.5 കോടിയോളം ജനങ്ങളിൽ ഒരു 20 ലക്ഷം ആളുകൾ വെറും ഒരു 100 രൂപ വെച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്ത സംഖ്യ എത്തും, അല്ലേ? ഒരു 20 കോടി ആൾക്കാർ, 20 ലക്ഷം ആളുകൾ എടുത്താൽ മതി. 3.5 കോടിയിൽ നിന്ന് വെറും 20 ലക്ഷം ആളുകൾ. പ്രവാസികൾ തന്നെ ഉണ്ട് 20 ലക്ഷത്തിന് മുകളിൽ. ഞാനൊരു പ്രവാസിയാണ്. ഞാനടക്കമുള്ള പല പ്രവാസികളും ഒരു 100 രൂപ വെച്ച് എടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാത്തവരായിട്ടില്ല. സാധാരണക്കാരായാലും എല്ലാവരും ഒന്ന് സഹായിച്ചാൽ, ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ആ കുട്ടി ജനിച്ചതിന് ശേഷം പുറം ലോകം കണ്ടിട്ടില്ല. ഈ 5 മാസമായിട്ടും ഹോസ്പിറ്റലിൽ തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. കുട്ടിയുടെ ഉമ്മമ്മയാണ് ഇപ്പോൾ അവിടെ കൂടെ ഉള്ളത്. ഇവരും ഇതുപോലെ തന്നെ ഈ കുട്ടി ജനിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയാതെ അവിടെ ഈ കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ആയാലും ആ കുട്ടീൻ്റെ അസുഖം മാറാൻ വേണ്ടി നമ്മൾ ആ പൈസ കണ്ടെത്തി തീരുന്നു. SMA എന്ന് പറയുന്ന ഒരു രോഗമാണിത്. സ്പൈനൽ മസ്കുലർ അട്രോഫി. അതാണ് മെഡിക്കൽ സംഘം ഇട്ട പേര് ഈ രോഗത്തിന്. അത് ഇതേ സെയിം രോഗം തന്നെയായിരുന്നു മുഹമ്മദിനും എന്നാണ്. അപൂർവം മാത്രം ഉണ്ടാവുന്ന ഒരു രോഗമാണിത്. അതാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയാത്തതായി നമുക്കൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് ലോക്ക്ഡൗൺ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100 രൂപ എടുക്കാൻ എന്തായാലും കഴിയാത്തവരായിട്ടുണ്ടാവില്ല. കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു ദിവസം മദ്യം കുടിക്കുന്ന കേരളമാണ്. ആ മലയാളികൾക്ക് ഒരു 18 കോടി രൂപ ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി, ഞങ്ങളൊക്കെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഏറ്റവും കുറഞ്ഞത് 100 രൂപയെങ്കിലും എടുക്കണം. അത് നമ്മുടെ യൂട്യൂബേഴ്സ് സുഹൃത്തുക്കൾ പലരും നല്ല രീതിയിൽ ഇതിൽ സഹകരിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വ്യവസായ പ്രമുഖർ, ഇപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടുകാരനായിട്ടുള്ള മഠത്തിൽ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 1 കോടി രൂപ മുഹമ്മദിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായികൾക്കൊക്കെ അകമഴിഞ്ഞ് സഹായിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷ.
അപ്പോൾ ഇതൊന്നും ഒരു എന്താ പറയാ, നമുക്കിതൊന്നും ഒരു നഷ്ടമല്ല, നമുക്ക് ലാഭം തന്നെയാണ്. ഒരാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അവരെ പുഞ്ചിരി കാണുക, ആ കുടുംബത്തിൻ്റെ പുഞ്ചിരി കാണുക എന്നുള്ളത് നാളെ മരിച്ചു ചെല്ലുമ്പോൾ അവിടെയും നമുക്കതൊരു ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും സഹായിക്കാൻ കഴിയുന്നവർ പരമാവധി സഹായിക്കണം. ഞാൻ പറഞ്ഞതുപോലെ 100 രൂപയെങ്കിലും കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ചികിത്സക്ക് ആവശ്യമായ പണം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു സഹായിക്കട്ടെ. ഇതിലൊരു ചാരിറ്റി തട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല, ചാരിറ്റി പ്രവർത്തകരൊന്നുമല്ല, ഇതൊക്കെ നേരിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ചാരിറ്റി പ്രവർത്തകർ പറയുമ്പോഴേക്ക് ലക്ഷങ്ങൾ മിനിറ്റ് വെച്ച് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇത് നേരിട്ട് അവരിലേക്ക് തന്നെ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സഹായിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.